ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുമാധവൻ എഴുതിയ വിൽപ്പത്രം വലിച്ചു കീറി കളയുകയാണ് സ്നേഹ. എന്താണെങ്കിലും എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇതിനൊന്നും സമ്മതിക്കില്ലെന്നും വേണ്ടി വന്നാൽ ഞാൻ കോടതി വരെ പോകുമെന്നുമൊക്കെ സ്നേഹ പറയുമ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇതിലൊക്കെ കയറി അഭിപ്രായം പറയാനായിട്ട് നിന്റെ ഷെയർ ഒന്നുമല്ലല്ലോ ഇവിടെ അച്ഛൻ കൊടുക്കുന്നതെന്ന് നന്ദൻ പറയുമ്പോൾ, ആരുടെ ആണെങ്കിലും ഇതൊക്കെ എനിക്കും കൂടെ പറഞ്ഞിട്ടുള്ളതല്ലേ, അതുകൊണ്ട് എന്താണെങ്കിലും ഞാൻ ഇതിനൊന്നും സമ്മതിക്കില്ലെന്ന് സ്നേഹ പറയുന്നു. വക്കീലെ, എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ചെയ്യാനായി സേതുമാധവൻ പറയുമ്പോൾ, ഇത് വെറും ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നെന്നും ഒറിജിനൽ ഓഫീസിൽ ഇരിപ്പുണ്ടെന്നും ഞാൻ നാളെ തന്നെ അതുമായി വരാമെന്നും വക്കീൽ പറയുന്നു. ഇത് കേൾക്കുന്ന സ്നേഹ ദേഷ്യത്തോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോക്കോ, ഞാൻ എൻ്റെ വഴിക്കും പോയിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാനിതിനൊന്നും സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് സ്നേഹ അകത്തേക്ക് പോകുമ്പോൾ, നീയാണ് അവളെ വളർത്തി ഇത്തരം വഷളാക്കിയതെന്ന് പറഞ്ഞ് നന്ദൻ അവന്തികയെ വഴക്കു പറയുകയാണ്. അവൾ അങ്ങനെ പറഞ്ഞതിൽ തെറ്റൊന്നുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവന്തികയും അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയെയാണ്. സ്നേഹ അർച്ചനയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ഏട്ടത്തിയെന്ന് വിളിച്ചുകൊണ്ട് സ്നേഹ പറയുകയാണ്, എൻ്റെ ഏട്ടനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാ നിങ്ങളെ ഞാൻ ഇപ്പോഴും അങ്ങനെയൊക്കെ വിളിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഉദ്ദേശം എന്താണെങ്കിലും ഇവിടെ നടക്കാനേ പോകുന്നില്ല. ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നാൽ ചുളുവിന് ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാം എന്നല്ലേ നിങ്ങൾ കരുതിയിരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹമൊന്നും എന്താണെങ്കിലും നടക്കാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് താഴെ ചെന്ന് അച്ഛനോട് പറഞ്ഞോണം നിങ്ങൾക്ക് ഇവിടുത്തെ ഒന്നും വേണ്ടെന്ന്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്താണെങ്കിലും ഇവിടുത്തെ ഒരു തരി മണ്ണ് പോലും നിങ്ങൾക്കോ വലിഞ്ഞു കയറി വന്ന ഈ കുഞ്ഞിനോ കിട്ടാനേ പോകുന്നില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ ഇനിയും സ്വത്തിൻ്റെ പിന്നാലെ പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലേ ആർക്കും ഒന്നും കിട്ടാത്ത വിധത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്താന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, അവൻ പറഞ്ഞിട്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. അതെ, ധനുഷ് തന്നെ എനിക്കിതൊക്കെ പറഞ്ഞു തന്നത്. ഇതിൽ ധനുഷ് പറഞ്ഞു തന്നതിൽ എന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല. ഇതൊക്കെ കല്യാണം കഴിഞ്ഞാൽ എനിക്കും ധനുഷിനും ഞങ്ങളുടെ മക്കൾക്കും കൂടി അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും കൊച്ചിനെ വെച്ചുള്ള കളിയൊന്നും നടക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ തിരിയുമ്പോൾ കാണുന്നത് അവരെ നോക്കി നിൽക്കുന്ന സച്ചിയാണ്. സച്ചിയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സ്നേഹ. നീ ഇവിടെ പറഞ്ഞതൊക്കെ ഞാൻ നന്നായി തന്നെ കേട്ടിട്ടുണ്ട്. എനിക്കോ അർച്ചനയ്ക്കോ ഞങ്ങളുടെ കുഞ്ഞിനോ ഇവിടുത്തെ സ്വത്തുക്കളൊന്നും വേണ്ട താനും. എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനുമുള്ള സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. നീ ഇപ്പോൾ പോകാൻ നോക്ക്. ഇനിയല്ലെങ്കിൽ മര്യാദയുടെ ഭാഷയിലായിരിക്കില്ല ഞാൻ സംസാരിക്കുന്നതെന്ന് സച്ചി പറയുമ്പോൾ സ്നേഹയോട് മുറിയിലേക്ക് പോകാനായി അർച്ചനയും പറയുന്നു. അങ്ങനെ സ്നേഹ അവിടുന്ന് പോകുമ്പോൾ സച്ചി പറയുകയാണ്, കാര്യങ്ങളെല്ലാം ഇത്ര വലിയ പ്രശ്നത്തിലാകുമെന്ന് ഞാൻ കരുതിയത് പോലുമില്ല. ഞാൻ എന്താണെങ്കിലും സച്ചിയേട്ടാ താഴേക്ക് ചെന്ന് നമുക്കിതൊന്നും വേണ്ടെന്ന് അച്ഛനോട് പറഞ്ഞിട്ട് വരാമെന്ന് അർച്ചന പറയുന്നു. എടോ, ഇപ്പം തന്നെ പറയണ്ട, അച്ഛന് വിഷമമാകുമെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഇല്ല സച്ചിയേട്ടാ, ഇതിപ്പോൾ തന്നെ പറയണം. ഇല്ലെങ്കിൽ കുഞ്ഞിനെ വളർത്തുന്ന നമുക്കും കൂടാതെ ഇവിടെയുള്ള മറ്റുള്ളവർക്കും അതൊരു വലിയ ഭാരമായി തന്നെ തുടരും. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന താഴേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുമാധവനെയാണ്. സ്നേഹ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻഷനോടെ ഇരിക്കുകയാണ് സേതുമാധവൻ. അതേസമയം അർച്ചന അങ്ങോട്ടേക്ക് ചെല്ലുകയും സ്വത്തുക്കളൊന്നും തനിക്കും കുഞ്ഞിനും വേണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന സേതുമാധവൻ പറയുകയാണ്, സാധാരണ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുകയാണെങ്കിൽ അതിനു മുമ്പ് കുഞ്ഞിൻ്റെ പേരിൽ സ്വത്തുക്കളെല്ലാം എഴുതി വെക്കണം. എന്നാൽ മാത്രമേ നടക്കൂ. പക്ഷേ ഇപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമല്ലല്ലോ ഉണ്ടായത്. അവള് നെല്ലിശ്ശേരിയിലെ കുഞ്ഞാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആരും അവളെ കുറ്റപ്പെടുത്താനോ പേടിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നും തന്നെ പാടില്ല. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നെല്ലിശ്ശേരിയുടെ മകളായി തന്നെ അവൾ ഇവിടെ വളരണം. അതിന് ഇതൊക്കെ ഇപ്പോൾ ആവശ്യം തന്നെയാണെന്ന് സേതുമാധവൻ അർച്ചനയോട് പറയുന്നു. നീ ഈ കാര്യത്തിൽ ഇനി യാതൊരുവിധ അഭിപ്രായവും പറയണ്ട. എൻ്റെ അഭിപ്രായമൊക്കെ മാറണമെങ്കിലേ ഇനി ഞാൻ മരിക്കണമെന്നും സേതുമാധവൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടെ മുറിയിലേക്ക് വരുന്ന സ്നേഹ സാധനങ്ങളെല്ലാം തട്ടിമറിക്കുന്നതാണ്. ഇങ്ങനെ സാധനങ്ങളോടൊന്നും ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ ഏട്ടത്തി പറയുന്നത്? നീയല്ലേ നേരത്തെ പറഞ്ഞത് കോടതിയിൽ പോകുമെന്ന്? അങ്ങനെ തന്നെ വേണം. എനിക്കറിയാവുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അഡ്വക്കേറ്റ് വെങ്കടേഷ്. നിയമത്തിൻ്റെ എല്ലാ നൂലാമലകളും അയാൾക്ക് കാണാപ്പാടമാ. നീ റെഡിയായിക്കോ, നമുക്ക് അയാളെ കാണാൻ പോകാമെന്ന് അവന്തിക പറയുന്നു. ഇത് കേൾക്കുന്ന സ്നേഹ സന്തോഷത്തോടെ അവന്തികയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.